വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഓറിയോ സ്റ്റീം കേക്കിൻ്റെയും അതുപോലെ തന്നെ കുലുക്കി ബൂസ്റ്റിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ടിക്ടോക്കിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്ക് റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 4 ഓറിയോ ബിസ്ക്കറ്റ്, 5 ഡാർക്കിൻ്റെ മിഠായി, ഒരു ഡയറി മിൽക്ക്. നമുക്കാദ്യം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഞാൻ ഡാർക്കിൻ്റെ മിഠായി എടുത്തതെന്ന്. ചോക്ലേറ്റ് സിറപ്പാക്കാൻ വേണ്ടി ഡാർക്കിൻ്റെ മിഠായി എടുത്താലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പ്ലെയിൻ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റ് വെച്ച് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. നമുക്ക് വെള്ളം ചൂടായതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നമുക്ക് നല്ലേക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. വേഗത്തിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് ഓരോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് വരാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ ക്രഷ് ചെയ്ത ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പാലും ആഡ് ചെയ്യുക. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇനി വേണ്ടത്. നമ്മളിപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ ഒരു തട്ടെടുത്ത് അതിലേക്ക് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ ബാറ്റർ ഒഴിക്കുക. അതുപോലെയാണ് ഇതിൻ്റെ ലെയർ ഉണ്ടാവുക. ചോക്ലേറ്റ് സിറപ്പ് മൊത്തമായി കവർ ചെയ്യുന്ന ലെവലിൽ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ടാപ്പ് ചെയ്ത് ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് വെച്ച് കൊടുക്കുക. നമുക്കിനി കുലുക്കി ബൂസ്റ്റ് തയ്യാറാക്കാം. അതിന് 2 ഗ്ലാസ് പാല്, ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറുമാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് 2 ഗ്ലാസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇത് 5-6 മിനിറ്റ് നല്ലതിലേക്ക് ഷേക്ക് ചെയ്തെടുക്കുക. നല്ലൊരു ടേസ്റ്റി ഡ്രിങ്കും കൂടിയാണിത്. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു സേവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മളെ ഓറിയോ സ്റ്റീം കേക്ക് റെഡിയായി. അതുപോലെ തന്നെ കുലുക്കി ബൂസ്റ്റും റെഡിയായി. നല്ല 2 ടേസ്റ്റി റെസിപ്പിയാണിത്. നമുക്ക് സ്റ്റീം കേക്കിന് നല്ല മോയ്സ്ചറായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ക്രീമൊക്കെ നല്ലേക്ക് വന്നിട്ടുണ്ട്.
ഇതെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.